വെൽക്കം ടു സയൻസ് ടോക്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് സ്പീസിയേഷൻ, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഏതൊക്കെയാണ്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു സ്പീസിയേഷൻ ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. ഓവറോൾ ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ പോലെയാണ് ഈ ഒരു ക്ലാസ്സിൽ പറയുന്നത്. അതിനു മുന്നേ എൻ്റെ ഒരു പുതിയൊരു ചാനലാണ്. ബോട്ടണി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും MSc ഡിഗ്രി ബേസ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും ഇടുന്നതായിരിക്കും. അപ്പം ആവശ്യമുള്ളവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യാം. നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. എന്താണ് സ്പീസിയേഷൻ? അതിൻ്റെ ഒരു ഡെഫിനേഷനാണ് കൊടുത്തേക്കുന്നത്. സ്പീസിയേഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ന്യൂ സ്പീഷീസ് ആർ ക്രിയേറ്റഡ് ടു ഇവല്യൂഷൻ. അതായത് ഇവല്യൂഷൻ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു പ്രോസസ്സ് അല്ല സ്പീസിയേഷൻ എന്ന് പറയുന്നത്. ഇവല്യൂഷൻ വഴി ഉണ്ടാകുന്ന ഒരു പുതിയ സ്പീഷീസ് ഉണ്ടായി മാറുന്നതിനെയാണ് നമ്മൾ സ്പീസിയേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. It occurs when a group of organisms within a species separated from the rest and develops its own unique character. അപ്പോൾ ഒരു സ്പീഷീസ്, ഒരു പുതിയ ജീവി ഉണ്ടാകണമെങ്കിൽ ഇപ്പോൾ ഓൾറെഡി അവർ ഒരു പോപ്പുലേഷനിൽ എക്സിസ്റ്റ് ചെയ്യാണ്. അതിന് നമുക്ക് അതിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് പല ടൈപ്പ് സ്പീസിയേഷൻ ഉള്ളത്. എന്തെങ്കിലും കാരണം കൊണ്ട് ആ ഒരു എക്സിസ്റ്റിംഗ് പോപ്പുലേഷനിൽ നിന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം സെപ്പറേറ്റഡ് ആയി. അപ്പോൾ ആ ഒരു സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഓർഗാനിസം അവിടെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില യുണീക്ക് ക്യാരക്ടേഴ്സ് ഉണ്ടാക്കും. ആ യുണീക്ക് ക്യാരക്ടേഴ്സ് അക്യുമുലേറ്റ് ചെയ്ത് ഇവല്യൂഷൻ വഴി എന്തായി ന്യൂ സ്പീഷീസ് ഉണ്ടാകും. അപ്പോൾ അതിനെയാണ് നമ്മൾ സ്പീസിയേഷൻ എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഈ ഒരു സ്പീസിയേഷൻ്റെ കാരണം? How does speciation happens? കാരണങ്ങൾ, ഒരു സ്പീഷീസ് ഉണ്ടാവേണ്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഒന്നാമതാണ് റീപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ. അതായത് ഒരു സ്പീഷീസ് എന്ന് പറയുമ്പം അതിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ എന്ന് പറയുന്നത് ആ ഒരു സ്പീഷീസിലുള്ള എല്ലാ ആൾക്കാരും ഇന്റർബ്രീഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിരിക്കും. ആ ഗ്രൂപ്പിൽ തന്നെ ആൾക്കാരുമായിട്ട് ബ്രീഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ ഒരു പുതിയൊരു സ്പീഷീസ് ഫോർമേഷൻ നടക്കണമെങ്കിൽ ആ ഒരു അതിൻ്റെ അകത്തുനിന്ന് ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ്സ് ഐസൊലേറ്റഡ് ആകണം, റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ് ആകണം. അതായത് പുതിയ ഗ്രൂപ്പ് പഴയ നമ്മളുടെ പോപ്പുലേഷനുമായിട്ട് ഇൻകോമ്പാറ്റിബിൾ ആണ്. അവർ തമ്മിൽ റീപ്രൊഡ്യൂഷൻ അല്ലെങ്കിൽ മീറ്റിംഗ് നടക്കാൻ പാടില്ല. അതാണ് റീപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ. പിന്നെയുള്ളത് എന്താ? ജിയോഗ്രഫിക് ഐസൊലേഷൻ. അതായത് ഒരു പോപ്പുലേഷനിൽ നിന്ന് എന്തെങ്കിലും ജിയോഗ്രഫിക് ബാരിയറോ അല്ലെങ്കിൽ ബിഹേവിയറൽ ചേഞ്ചോ വന്നതിന് ശേഷം, ജിയോഗ്രാഫിക്കലി ബിഹേവിയറൽ ചേഞ്ച് ഇതിന് പറയാൻ പറ്റില്ല കേട്ടോ, എന്തെങ്കിലും ഒരു ബാരിയേഴ്സ്, നമ്മളിപ്പോൾ ഒരു പുഴ ഫോം ചെയ്തു അല്ലെങ്കിൽ മൗണ്ടെയിൻ ഫോം ചെയ്തു, അങ്ങനെ ഒരു ബാരിയർ വന്നത് ജിയോഗ്രാഫിക്കലി രണ്ട് സ്ഥലങ്ങളിലേക്ക് സെപ്പറേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ജിയോഗ്രാഫിക് സെപ്പറേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താ? നാച്ചുറൽ സെലക്ഷൻ. നമ്മൾ ഡാർവിൻ്റെ ആ ഒരു തിയറിയൊക്കെ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടാവും എന്താണ് നാച്ചുറൽ സെലക്ഷൻ. അപ്പോൾ ഈ ഒരു നാച്ചുറൽ സെലക്ഷൻ പ്രകൃതി തന്നെ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ എന്ത് ചെയ്യും? സെലക്ട് ചെയ്യും. അതിനാണ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത്. അതും ആ ഒരു പോപ്പുലേഷൻ തമ്മിലുള്ള റീപ്രൊഡക്റ്റീവ് ഐസൊലേഷനിലേക്ക് കാരണമാകാം. പിന്നെ ഉള്ളത് അഡാപ്റ്റീവ് റേഡിയേഷൻ. നമ്മൾ മാർസുപ്പിയൽ മമൽസിൻ്റെ കേസിലൊക്കെ പറയൂലേ, സ്പീഷീസ് എന്താ ഒരു ഇക്കോളജിക്കൽ നിഷ് എന്നും എന്താ വെൻ സ്പീഷീസ് ഡെവലപ്പ് ടു ഫിൽ എംപ്റ്റി ഇക്കോളജിക്കൽ നിഷ്. ഒരു സ്ഥലത്ത് നിന്ന് അഡാപ്റ്റ് ചെയ്യാണ്, വേറൊരു സ്ഥലത്തേക്ക് അഡാപ്റ്റ് ചെയ്യാണ്, റേഡിയേഷനാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഈ 4 കാരണങ്ങൾ കൊണ്ടാണ് സ്പീസിയേഷൻ ഉണ്ടാകാനുള്ള കാരണങ്ങൾ. ടൈപ്പ് ഓഫ് സ്പീസിയേഷൻ എന്ന് പറയുമ്പോൾ മെയിൻലി 5 ടൈപ്പ് സ്പീസിയേഷൻ ആണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ അലോപാട്രിക് സ്പീസിയേഷൻ ആണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ, ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാനൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാത്തിൻ്റെയും 1 by 1 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം അലോപാട്രിക് എന്ന് പറയുമ്പോൾ എന്താ, അവിടെ ഒരു ജിയോഗ്രാഫിക് ബാരിയർ ആണ് ഉണ്ടാവുന്നത്. അപ്പം ഒരു പോപ്പുലേഷൻ, ആ ഒരു പോപ്പുലേഷനിൽ പെട്ടെന്ന് ഒരു റിവർ ഫോം ചെയ്തു അല്ലെങ്കിൽ ഒരു മൗണ്ടെയിൻ അല്ലെങ്കിൽ ഒരു ഐലൻഡ് ഫോം ചെയ്യുമ്പോൾ ആ ഒരു പോപ്പുലേഷനിൽ കുറച്ച് ആൾക്കാർ ജിയോഗ്രാഫിക്കലി വേറൊരു സ്ഥലത്തേക്ക് സെപ്പറേറ്റഡ് ആയി അവിടുന്ന് ന്യൂ സ്പീഷീസ് ഉണ്ടാകും. അതാണ് അലോപാട്രിക് സ്പീസിയേഷൻ എന്ന് പറയുന്നത്. അതാണ് അലോപാട്രിക് സ്പീസിയേഷൻ. പിന്നെയുള്ളത് സിംപാട്രിക് എന്ന് പറയുമ്പം അലോപാട്രിക്കിൽ നിന്ന് വ്യത്യസ്തം, അതായത് ഒരു സെയിം സ്പേസിൽ തന്നെയാണ് ഈ ഒരു ഇവല്യൂഷൻ നടക്കുന്നത്. അവിടെ ജിയോഗ്രാഫിക്കലി സെപ്പറേഷൻ ഒന്നും ഇല്ല. ആ ഒരു സെയിം പോപ്പുലേഷനിൽ തന്നെ കുറച്ച് ഓർഗാനിസം ആൾക്കാർ ബിഹേവിയറലി ചില മാറ്റങ്ങൾ സംഭവിക്കുക. പെരിപാട്രിക് എന്ന് പറയുമ്പം ഫോം ഓഫ് സ്പീസിയേഷൻ ദാറ്റ് ഇൻവോൾവ് നമ്മൾ മനുഷ്യൻ്റെ ചില കൈകടത്തലുകൾ മൂലം എന്താ സെപ്പറേറ്റഡ് ആവുകയോ അല്ലെങ്കിൽ ബാക്കിയുള്ള ചില ഇൻ്റർവെൻഷൻസ് കൊണ്ട് പുതിയൊരു സ്പീഷീസ് ഉണ്ടാകുന്നു. അതാണ് പെരിപാട്രിക് സ്പീ. ഓക്കെ, അപ്പോൾ അടുത്തതാണ് പാരാപാട്രിക് സ്പീസിയേഷൻ എന്ന് പറയുന്നത്.
പാരോപാട്രിക് സ്പീസിയേഷൻ എന്ന് പറയുമ്പം രണ്ട് അഡ്ജസൻ്റ് ആയി അടുത്തടുത്തുള്ള രണ്ട് പോപ്പുലേഷനിലാണ് ഉണ്ടാകുക. എന്ന് വെച്ചാൽ അവ ജിയോഗ്രാഫിക്കലി സെപ്പറേറ്റഡ് ഒന്നും അല്ല, അടുത്തടുത്തുള്ള രണ്ട് പോപ്പുലേഷൻ തന്നെ. അവിടെ ഓരോ പോപ്പുലേഷനിലും ഗ്രാജുവലായിട്ട് നല്ല ചേഞ്ചസ് വന്ന് ഹാബിറ്റാറ്റിൽ മാറ്റങ്ങളുണ്ടായി, എൻവയോൺമെൻറ്റിൽ മാറ്റങ്ങളുണ്ടായി ഒരു സ്പീഷീസ് ഉണ്ടാകുന്നു. അതിനെയാണ് പാരാപാട്രിക് സ്പീസിയേഷൻ എന്ന് പറയുന്നത്. ഇനി ഏറ്റവും ലാസ്റ്റ് വരുന്ന ആർട്ടിഫിഷ്യൽ സ്പീസിയേഷൻ എന്ന് പറയുമ്പോൾ ആർട്ടിഫിഷ്യലാണ്, കൃത്രിമമായിട്ടൊരു സ്പീഷീസിനെ ഉണ്ടാക്കിയെടുക്കുക. മനുഷ്യന്മാർ തന്നെ ലബോറട്ടറിയിലോ അല്ലെങ്കിൽ ആനിമൽ ഹസ്ബൻഡറി വഴിയോ ഡിസൈഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറുള്ള ഒരു സ്പീഷീസിനെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു പ്രോസസ്സ്. ഇത്രയേ ഉള്ളൂ. Thank you.